സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 2025 VFA എന്ന പോസ്റ്റിലേക്കായിട്ട് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32/25 ആണ്. അപ്പോൾ PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ നമ്മൾ പറയുന്നത്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ, ഹിസ്റ്ററി ഓഫ് കേരള. ഇനി ഏഷ്യയും പാശ്ചാത്യ ആധിപത്യവും എന്നൊരു ചരിത്ര ഗ്രന്ഥം അത് രചിച്ചതും സർദാർ KM പണിക്കറാണ്. അപ്പൊ ഇതിൻ്റെ ഒപ്പം ആ പേരും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. എന്താണ്? ഏഷ്യയും പാശ്ചാത്യ ആധിപത്യവും എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചതാരാണ്? സർദാർ KM പണിക്കറാണ്. അടുത്ത ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം 1.25 കോടി മലയാളികൾ. ഏതാണ്? 1.25 കോടി മലയാളികൾ. ഇനി 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ. ഇനി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ചൈനയുമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അപ്പൊ ഈ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ നെഹ്റുവാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ആരാണ്? നെഹ്റുവാണ്. ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ് ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ്. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം ഏത് എന്ന് ചോദിച്ചാലോ? വർഷം 1954. 1954 ഏപ്രിൽ 29. ഏപ്രിൽ 29. 1954 ഏപ്രിൽ 29 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി നോട്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏത് വിദേശ നയത്തിന്റെ പ്രധാന ഭാഗമായാണ് പഞ്ചശീല തത്വങ്ങൾ അറിയപ്പെട്ടത് എന്ന് ചോദിക്കാം. ഇന്ത്യയുടെ ഏത് വിദേശ നയത്തിന്റെ പ്രധാന ഭാഗമായാണ് പഞ്ചശീല തത്വങ്ങൾ അറിയപ്പെടുന്നത്? ചേരിചേരാ നയത്തിന്റെ ഭാഗമായാണ് പഞ്ചശീല തത്വങ്ങൾ അറിയപ്പെടുന്നത്. ചേരിചേരാ നയം. അടുത്ത ചോദ്യം, 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏത്? നാനാ സാഹിബ് എവിടെയാണ് നാനാ സാഹിബ് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ സി, കാൺപൂർ. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫിലാഡൽഫിയ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. അന്റോണിയോ ഗുട്ടറസ്. താഴെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ചക്രവാതമാണ്. ചക്രവാതം. ചിനൂക്ക്, ലൂ, ഹർമാറ്റ് എന്നിവയെല്ലാം പ്രാദേശികവാദങ്ങളാണ്. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ബന്ധം ഇല്ലാത്ത സവിശേഷത തന്നിരിക്കുന്നു. ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ശിലയാണ്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. ബന്ധം ഇല്ലാത്തത്, ആഗ്നേയശിലയുമായിട്ട് ബന്ധം ഇല്ലാത്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ശിലയാണ്? കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പം പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയശിലയാണ്.
ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. എന്താണ് ക്ലിഫ്? ക്ലിഫ് എന്താണ്? ഇത് തിരമാലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ്. തിരമാലയുമായിട്ട് ബന്ധപ്പെട്ട ഭൂരൂപമാണ് ക്ലിഫ്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. തന്നിരിക്കുന്നു അപവഹന ഗർത്തം, കോൺശിലകൾ, ടെറായി, മണൽമേടുകൾ. കൂട്ടത്തിൽ ചേരാത്തത് ഓപ്ഷൻ സി ആണ്, ടെറായി ആണ്. ടെറായി. അപവഹന ഗർത്തം, കോൺശിലകൾ, മണൽമേടുകൾ എന്നിവ മരുഭൂമിയിലെ കാറ്റിന്റെ പ്രവർത്തനത്താൽ ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ്. എന്നാൽ ടെറായി നദികളുമായി ബന്ധപ്പെട്ട സമതല പ്രദേശമാണ്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആണ്. അടുത്ത ചോദ്യം, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. സമീപകാലത്താണ് ഫോർട്ട് വില്യം ഇതിന്റെ പേര് വിജയ് ദുർഗ് എന്നാക്കി മാറ്റിയത്. വിജയ് ദുർഗ്. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. 13ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 3 എന്നിവ. 2, 3. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അതുപോലെ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാനായിട്ട് പ്രയോജനപ്പെടുത്തുക. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1 and 3. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, അതുപോലെ സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? തന്നിരിക്കുന്നു ചാണക്യൻ അർത്ഥശാസ്ത്രം, അമർത്യ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്. തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ ഡി ആണ്. ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറഞ്ഞിരിക്കുന്നു. മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കാൾ മാർക്സ് ആണ്. മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കാൾ മാർക്സ്. അപ്പൊ ചാണക്യൻ അർത്ഥശാസ്ത്രം ശരിയാണ്, അമർത്യ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ശരിയാണ്, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്, മിച്ചമൂല്യ സിദ്ധാന്തം കാൾ മാർക്സ്. അടുത്തത്, താഴെ തന്നിട്ടുള്ളവരെ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. ഓപ്ഷൻ എ ആണ് ഉത്തരം, പത്മ സുബ്രഹ്മണ്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1, 2 എന്നിവ. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? തന്നിരിക്കുന്നു നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1, 2, 3. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ് എന്നിവരെല്ലാം ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവരാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും പറയുന്നു. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1, 2 ശരിയാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? ബോംബെ. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന്റെ സ്ഥാനം ഏതാണ്? 3-ാം സ്ഥാനമാണ്. ഇവിടെ തന്നിരിക്കുന്ന ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നു എന്നാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തിയാണ്. പരുത്തി. ചണനാര് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഗോൾഡൻ ഫൈബർ, സുവർണ നാര് എന്നറിയപ്പെടുന്നതാണ് ചണം. അടുത്തത്, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണുന്നുണ്ട്. നോട്ട് ചെയ്ത് വയ്ക്കുക. രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കുവാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3, 4. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ശരിയാണ്. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല എന്ന് പറയുന്നു. ധനബിൽ ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. 1ാമത്തെ പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. 2/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നു. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയുമാണ് ചെയ്യുന്നത്. 1/3. അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റി ആണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ കമ്മിറ്റി. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് തന്നിരിക്കുന്നു. തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത സിവിൽ നിയമം, സംഘടനാ സ്വാതന്ത്ര്യം, പൊതു തൊഴിലില് തുല്യ അവസരം. 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. 3, 4 എന്നിവയാണ്. സംഘടനാ സ്വാതന്ത്ര്യം, അതുപോലെ പൊതു തൊഴിലില് തുല്യ അവസരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. സി വിജിൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സി വിജിൽ. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. തന്നിരിക്കുന്നു. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധ ആണവോർജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം, കൺഗ്രന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം, ബാങ്കിങ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 1, 2 എന്നിവ ശരിയാണ്. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധ ആണവോർജം ശരിയാണ്. സംസ്ഥാന ലിസ്റ്റിലെ കൃഷി മത്സ്യബന്ധനം ശരിയാണ്. മദ്യനിയന്ത്രണം ഏത് ലിസ്റ്റിലാണ് വരുന്നത്? മദ്യനിയന്ത്രണം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. മദ്യനിയന്ത്രണം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അതുപോലെ ബാങ്കിങ് വരുന്നതോ? ബാങ്കിങ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ഇനി അടുത്ത ചോദ്യം, നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആര്? കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആണ്. കിരൺ റിജിജു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നു. 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ.
ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇവിടെ 1993 എന്ന് പറഞ്ഞിരിക്കുന്നു. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങളാണ്. അതുപോലെ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും എന്ത്? മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. 3 പോയിന്റും പ്രത്യേകം നോട്ട് ചെയ്യുക. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഏതൊക്കെയാണ്? അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. അടുത്തത് ലോക തണ്ണീർത്തട ദിനം എന്ന്. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? തൊഴിൽ വകുപ്പ് മന്ത്രി ഇപ്പോൾ ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ തൊഴിൽ വകുപ്പ് മന്ത്രി. ബിന്ദു കൃഷ്ണ. കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9 ആണ്. 9 രാജ്യസഭാ സീറ്റുകൾ. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കേരളത്തിലാകെ എത്ര ലോകസഭാ സീറ്റുകളുണ്ട് എന്ന് കമന്റ് ചെയ്യുക. കേരളത്തിലാകെ എത്ര ലോകസഭാ സീറ്റുകൾ? കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആര്? കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം 2024 NS മാധവനാണ്. NS മാധവൻ. 2025 ആർക്കാണ് ലഭിച്ചത്? KG ശങ്കരപ്പിള്ളയ്ക്കാണ്. KG ശങ്കരപ്പിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപ്പിള്ള. അടുത്ത ചോദ്യം, പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? പല്ലിന്റെ ആന്തരഘടന ശരിയായ ജോഡികൾ തന്നിരിക്കുന്നത് എന്താണ്? ഇനാമല് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല, ഡെന്റേൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം, പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം, സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. ശരിയായ ജോഡിയല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 3, 4 എന്നിവ ശരിയായിട്ടുള്ള ജോഡികളാണ്. 3, 4 എന്ത്? പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ്. ശരിയാണ്. സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് സിമന്റം. ശരിയാണ്. ഇനാമൽ എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമൽ. ഡെന്റലോ? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൽ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം. ആന്റി സ്റ്റെറിലിറ്റി ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ആന്റി സ്റ്റെറിലിറ്റി ജീവകം. ജീവകം ഇ. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2 മാത്രം. എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. എലിപ്പനി ലെപ്റ്റോസ്പൈറ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി. ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. ഏതാണ്?
അമൃതം, ആരോഗ്യം. അമൃതം, ആരോഗ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി. ജനിതക രോഗങ്ങൾ ഓപ്ഷൻ ബി 2 മാത്രമാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവ എന്താണ്? ജനിതക രോഗങ്ങളാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. സൂര്യപ്രകാശത്തിന്റെ ലഭ്യത അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരിയാണെന്നാണ്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ എന്താണ്? യൂഫോട്ടിക് മേഖല. അപ്പൊ യൂഫോട്ടിക് മേഖല എന്താണ്? സമുദ്രത്തിന്റെ ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലുള്ളതാണ് എന്ത്? യൂഫോട്ടിക് മേഖല. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? ലോക പരിസ്ഥിതി ദിനാചരണം 2024 ഓപ്ഷൻ ഡി ആണ്. ഏത്? സൗദി അറേബ്യ. ലോക പരിസ്ഥിതി ദിനം 2025 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. റിപ്പബ്ലിക് ഓഫ് കൊറിയ. 2026 2026 അസർബൈജാൻ. അസർബൈജാൻ. 2026 നേതൃത്വം നൽകിയത് അസർബൈജാൻ. അടുത്ത ചോദ്യം. മെനിഞ്ചൈറ്റീസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം. എന്തിനെതിരെയാണ്? മെനിഞ്ചൈറ്റീസിനെതിരെയാണ്. വാക്സിൻ്റെ പേര് MEN5CV. ഏത് രാജ്യമാണ് നിർമ്മിച്ചത്? നൈജീരിയ. നൈജീരിയ. അടുത്ത ചോദ്യം നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചിട്ടാണ്? ഏതിലൂടെ? ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചിട്ടാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നു മീറ്റർ, പ്രകാശവർഷം, സെക്കൻഡ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, സെക്കൻഡ്. ഇവിടെ എന്താണ് വ്യത്യാസം? മീറ്റർ, പ്രകാശവർഷം, അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നിവയെല്ലാം എന്താണ്? ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റുകളാണ്. സെക്കൻഡോ? സെക്കൻഡ് സമയം അളക്കുന്നതിനുള്ള യൂണിറ്റാണ്. അടുത്ത ചോദ്യം. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. മിറർ ഫോർമുല അനുസരിച്ച് എങ്ങനെയാണ് വരുന്നത്? 1/f = 1/v + 1/u എന്നാണ്. അപ്പം 1/f 1/-40 + 1/-10. ഉത്തരം വരുന്നത് -8 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. -8 സെന്റിമീറ്റർ. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം. ഇറ്റലിയാണ്. ഇറ്റലി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇറ്റലി. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കാൽഷ്യം കാർബണേറ്റ്. ഇരുമ്പു ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? FeCl3ഉം H2ഉം ഉണ്ടാകുന്നു. FeCl3H2 ഉണ്ടാകുന്നു. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം ഡി 10 ആണ്. 10. ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഇൽമനൈറ്റ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ടൈറ്റാനിയം ഡയോക്സൈഡ് TiO2. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചിട്ടാണ്? ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം.
പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ്. കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാട്. മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആര്? മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണി. ഓപ്ഷൻ സി PJ ആന്റണി. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രം. 1. മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? മലയാളത്തിന്റെ ദശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് EV രാമകൃഷ്ണനാണ്. EV രാമകൃഷ്ണൻ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി. ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്ക് സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ജയ്പാൽ സിംഗ്. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഇമേജ് IMG ആണ്. ഒരു LAN ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റൗട്ടർ. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി സർട്ടിൻ. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇൻപുട്ട് ഉപകരണം സ്കാനർ. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടി ആയി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർ. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്? ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്? 1 തവണ. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര? 3 വർഷം. ഓപ്ഷൻ ബി 3 വർഷം. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായക്. ഓപ്ഷൻ സി ജയന്തി പട്നായക്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്നതാണ് ശരിയല്ലാത്തത്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. ഗാർഹിക അതിക്രമത്തിന് ഇര ആയവർക്ക് സൗജന്യ നിയമസഭ സഹായം ലഭ്യമാക്കുന്നതാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ 6 അംഗങ്ങൾ ഉണ്ട്. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? 150 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 150. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3
3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര? ഓപ്ഷൻ ഡി ആണ് 45. 72ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് -7. 73 ഉത്തരം ഓപ്ഷൻ ഡി ആണ് 16. 74 ഓപ്ഷൻ സി ആണ് 19. 75ാമത്തെ ചോദ്യം 75 ഉത്തരം ഓപ്ഷൻ എ ആണ് 35. 76 ഉത്തരം ഓപ്ഷൻ സി ആണ് 23. 77ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് 10. 78ാമത്തെ ചോദ്യം 78 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് -8/75. 79 ഉത്തരം ഓപ്ഷൻ ബി 18.69. 80ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് 512. ഇനി വരുന്നത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു ഈവ്സ്ഡ്രോപ്പ് ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ഈവ്സ്ഡ്രോപ്പ് എന്നാണ്. Find the option that is closest in meaning to the underlined word. Option D ആണ് ഉത്തരം. To listen secretly to a private conversation. Do you remember the passenger dash traveled yesterday without a ticket? Choose the suitable relative pronoun from the options given. Who? Option B ആണ് ഉത്തരം. Who. Do you remember the passenger who traveled yesterday without a ticket? Martin ate the dash amount of shawarma at the party, preferring to snack on vegetables. Choose the superlative form of the adjective from the options. Option D ആണ് ഉത്തരം. Least. Pursuing a graduate degree from a reputable institution these days can cost an arm and a leg. Identify the meaning of the idiom underlined. An arm and a leg. ഉത്തരം ഓപ്ഷൻ സി ആണ്. Expensive. Which one of the following words is an example of a compound word consisting of a verb plus adverb pattern? Breakthrough. The dash of the royal family still preserve their tradition and cultural heritage. Descendants. Option B. This cloth used to fade when washed. Didn't it? Close the window. Change into passive voice. Let the window be closed. The principal ordered a dash of paper to print the students' hall tickets. Fill in the blank using the most suitable collective noun from the options given. Run. R-E-A-M. The manager asked Raji, "Why didn't you come to the office yesterday?" The manager asked Raji dash complete the reported speech. Option C. Why she hadn't come to the office the previous day. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. വിൺ പ്ലസ് തലം, വിണ്ടലം. സന്ധി ഏത്? ആദേശസന്ധി. ക്ലിബം എന്ന പദത്തിന്റെ അർത്ഥം നപുംസകം. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി മഞ്ഞ്. ശരിയല്ലാത്ത വിപരീത പദരൂപം ഏത്? ഓപ്ഷൻ ഡി. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏവ? ഓപ്ഷൻ എ. R-E-A. ചതയില്ലാത്തിടത്ത് കത്തിവെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്.
തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ സി ആണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം ഏത്? പീബർഡ് ഇഷ്യൂ. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് സലിംഗ ബഹുവചനം. കാല് കൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം ഏത്? തെങ്ങ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.